നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കുറേ ട്രൈ ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ടല്ലേ, കണ്ണനെ കൊണ്ട് കൈ പൊക്ക് കണ്ണ, കാല് പൊക്ക് കണ്ണ, അവിടെ പൊക്ക് കണ്ണ, ഇവിടെ പൊക്ക് കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കണ്ണനെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്യിപ്പിക്കുന്നില്ലേ. കണ്ണൻ എന്താ കൈയൊന്നും പൊക്കാത്തെ? പൊക്കെ താഴത്തോട്ട് പോയാൽ അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു സമയം എനിക്കിങ്ങനെ കിട്ടാറില്ല. വേഗം ഓരോ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പോവുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് ശരിക്കും ഞാൻ കണ്ണനോടും കൂടെ ചെയ്യുന്ന വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് കണ്ണനൊരു ഹായ് പറയട്ടെ. വിഷു ഒക്കെ അല്ലേ, ഇതിപ്പോൾ വിഷു കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ കാണാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയത് കാരണം ഇത് എഡിറ്റ് ചെയ്ത് എപ്പോഴാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പുമില്ലാത്ത കാര്യം. എന്തായാലും നമ്മൾ ഒരു വിഷുവിൻ്റെ ഒരു ഹായ് നിങ്ങൾക്ക് കണ്ണൻ തരട്ടെ അല്ലേ. ഒന്ന് കൈവയ്ക്കുക വാവച്ചിയേ, കൈവയ്ക്കേ. ആ കൈ ചെയ്യാനൊന്ന് കാണിച്ചു കൊടുത്തേ. കൈമത്തെ ചരടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുവോ ഒന്ന് കൈവെക്കോ. ഇടികുടുങ്ങുന്നുണ്ട്, മഴ പെയ്യാൻ പോണ്ട്. ഒരടി അടിച്ചാൽ മേടം മുഖത്ത്, ഒരടി അടിച്ചേ. വിഷുവിനൊരടി. പടക്കം പൊടിച്ചു. നാളെ ഉറങ്ങാൻ പറ്റുമോ അമ്മ കുഞ്ഞിന്? വിഷു ഒക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റുമോ? എല്ലാവരും പടക്കം പൊട്ടിക്കില്ലേ? ഒരു പടക്കം എൻ്റെ മുഖത്ത് പൊട്ടിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അമ്മയ്ക്കൊരു പടക്കത്തിൻ്റെ കുറവുണ്ട്. ഒരു പടക്കം പൊടിച്ചേ, കണ്ണ് ഉദ്ഘാടനം ചെയ്യാൻ പോവാ. അയ്യാ, ഒരു പടക്കം പൊടിച്ചേ മുഖത്ത്, ഒരു പടക്കം പൊടിച്ച നമ്മുടെ മുഖത്ത് പൊട്ടിക്കേ. പതക്കോ എന്ന് പറഞ്ഞിട്ട് അതന്നെ. ഹായ് ഹലോ. ശരിക്കും പടക്കം പൊട്ടിക്കാൻ തന്നെ വരാണോ? ഹലോ പറയാൻ പറഞ്ഞിട്ട് നീ എന്നെ അടിക്കാനാണോ വരുന്നത്? ഹായ് അങ്ങനെ കൈ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൊക്കാൻ പറ്റുമോ? ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ വെക്കോക്കെ, ഒന്ന് ട്രൈ ചെയ്യുന്നേ. ഇങ്ങനെ വെക്കോക്കെ, ഇങ്ങനെ ഒന്ന് വെക്കോ. ഇങ്ങനെ ഹായ് ഹലോ ഇങ്ങനെ പറഞ്ഞേ. ഹലോ ഇങ്ങനെ ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ ഹലോ. പൊക്കിയേ പൊക്കടോ മാഷേ. കൈ അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കേണ്ടി വരുമോ? കണ്ണന് കൈ പൊക്കാനായിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. കൈ പൊക്കിയ മാമേ. ഒന്നും കൂടെ മുകളിലേക്ക്. ഇത്തിരി കൂടെ മുകളിലേക്ക്. അവിടെയല്ല, അങ്ങോട്ടല്ല. കടിക്കാനാ? മുകളിലേക്ക് വെക്കണോ? കല്ല്. അപ്പൊ ഇനി നമ്മൾ വന്നതേ ഇങ്ങനെ പോയാൽ കുറേ ടൈം അങ്ങനെ പോകും. ആള് ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ കണ്ണനെ നമുക്ക് ഓണത്തിനല്ലേ കുറെ കോടിയൊക്കെ കിട്ടാം. കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 19-ാം തീയതി കണ്ണൻ്റെ ബർത്ത്ഡേ ആണെന്നാന്ന് തോന്നുന്നു, തൃശ്ശൂർ പൂരം. അപ്പൊ അന്നാണ് കണ്ണൻ്റെ ബർത്ത്ഡേ. 27-ാം തീയതിയാണ് കേട്ടോ കണ്ണൻ്റെ നാള് വരുന്നത്, തൃക്കേട്ട. അപ്പൊ കണ്ണനിപ്പോ നമുക്ക് ഓണത്തിനാണല്ലേ കുറെ ഓണക്കോടിയൊക്കെ. കുറേ ഒന്നുമില്ല, ആരെങ്കിലും കുറഞ്ഞെങ്കിലും എടുത്തു തരാം ഓണത്തിനാണ്. ഇപ്പൊ നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഈ വിഷുവായിട്ടേ ഒരുപാട് കോടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പൊ കണ്ണൻ ഇങ്ങനെ കുറെ കുഞ്ഞുടുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാർത്തിക ചേച്ചി അന്ന് എടുത്തു കൊടുത്തതാണ് കേട്ടോ, നമ്മൾ ട്രിവാൻഡ്രം ചെന്നപ്പോൾ. പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞുടുപ്പുകൾ ഇങ്ങനെ കണ്ണന് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ണന് ഞാൻ ഇതിട്ടിട്ട് നമ്മുടെ വിഷുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാരാടതിന്ന്? ജിറാഫോ കടുവയോ? അമ്മോ കടിച്ചു കണ്ണനെ. ഇതൊക്കെ എല്ലാം നല്ല മെറ്റീരിയലൊക്കെ തന്നെയാണ് കേട്ടോ. കണ്ണൻ്റെ അതൊക്കെ ഒരെണ്ണം അമ്മിട്ടോട്ടെ ഒരെണ്ണം. കണ്ണൻ്റെ യെല്ലോ, അതുപോലെ തന്നെ റെഡ്, അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് ബ്ലൂ. അതിൻ്റെ പൊന്നി ചെക്കന് എത്ര എണ്ണാണ്. പിന്നെ കുറച്ച് ദിവസം മുൻപേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ തന്നെയുള്ളതാ. അപ്പോൾ ആ ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു ആൾക്ക്. എന്നിട്ട് ആൾ തപ്പിപ്പിടിച്ച് വീടൊക്കെ കണ്ടുപിടിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ആ നമ്പറൊക്കെ നോക്കുകയും. അപ്പോൾ ഞാൻ മെസ്സേജൊക്കെ കണ്ടായിരുന്നു, കാണാൻ വരണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ചിലരൊക്കെ അങ്ങനെ പറയുമെങ്കിൽ കൂടെ അങ്ങനെ
അപ്പം ഇങ്ങനെ എന്താ പറയുക, ഇത്ര റിസ്ക് എടുത്തൊന്നും ചിലരൊന്നും വരാൻ നിൽക്കാറില്ല. പക്ഷെ ആ ചേട്ടൻ വന്നിട്ട് ആൾക്ക് വഴിയൊക്കെ തെറ്റി ഒരുപാട് ആളിങ്ങനെ ഇവിടെ കറങ്ങിയിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ കണ്ണന് ഈ ഡ്രസ്സൊക്കെ. അപ്പോൾ കണ്ണൻ്റെ സൈസ് ചോദിക്കാനോ അങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ വലിയ വലുപ്പമൊക്കെ ഉണ്ട്, പക്ഷെ കാണുമ്പോൾ അവൻ കുഞ്ഞിതാണ്. അപ്പോൾ ഇവന് 22 ആണ് കേട്ടോ അവൻ്റെ സൈസ്. അപ്പോൾ ഇത് 5 വയസ്സിൻ്റെയൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നു എടുത്തേക്കുന്നത് കണ്ണന്. പക്ഷെ ഒരു 4 വയസ്സിൻ്റെ മതി കേട്ടോ. അപ്പോൾ ഇത്തിരി വലുപ്പം കൂടുതലാണ്, എന്നാലും നല്ല ഭംഗിയുള്ള ടീഷർട്ടൊക്കെയാണ് കേട്ടോ. അതെ, ഇതൊക്കെ കണ്ണിന് നല്ല ഭംഗി ഉണ്ടാക്കുന്ന ഒരു തരം കളറൊക്കെയാണ് ഇത് കണ്ണിന്. ഇതാർക്കാ? കണ്ണും വിഷുവിന് ഉടുപ്പിട്ട് തോക്കുമല്ലോ കണ്ണാ, കണ്ണും വിഷുവിന് ഉടുപ്പിട്ട് തോക്കുമല്ലോ. അമ്പോ, ഇത് എന്തോരം ഉടുപ്പ കണ്ണൻ്റെ സൈസായിരുന്നെങ്കിൽ എനിക്ക് 2 ഇടായിരുന്നു കണ്ണാ. കണ്ണൻ്റെ സൈസ് ആയിരുന്നെങ്കിൽ തരുമോ? ഇത് അമ്മയ്ക്ക് തരുമോ? ഇത് അമ്മയ്ക്ക് തരുമോ? ഇത് അമ്മയ്ക്ക് കറക്റ്റ് പാകാം. തരുമോ വാവാ? എന്ന് പറഞ്ഞു കേട്ടാ. എത്ര എണ്ണം തരും? ഇതൊക്കെ അമ്മയ്ക്ക് തരാ? അമ്മയ്ക്ക് ഏതൊക്കെ തരാ? ഏതൊക്കെ അമ്മയ്ക്ക് തരാ? ഏത് തരാ? എൻ്റെ ഡ്രസ്സ് അമ്മയ്ക്ക് നോക്കണ്. അമ്മയ്ക്ക് ഇതുണ്ടല്ലോ, അതിട്ടാ മതി. അങ്ങനെയാണോ പറഞ്ഞേ? ഇതിലേതാ അമ്മയ്ക്ക് തരാ? ഏത് തരാ അമ്മയ്ക്ക്? ഏതുടുപ്പ് അമ്മയ്ക്ക് ഇടാൻ തരാ? അവിടെ എൻ്റെ ഡ്രസ്സ് മടക്കി വെച്ചേക്കുന്നതൊക്കെ നോക്കണ്. അതൊക്കെ ആരുടെയാ? അതൊക്കെ ഇട്ടാ മതി കടങ്ങി, ഇതൊക്കെ എൻ്റെയാന്ന്. അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചേ? നീ 2 ഡ്രസ്സും കളിപ്പിക്ക് നോക്കണ്. ഞാൻ ഇതിലേതാ തരാന്ന് ചോദിച്ചു. ഇതിലേതാ എനിക്ക് തരിക? തരില്ലേ? ഇത് ഞാനെടുത്തു, ഞാൻ ഇടട്ടെ. ഇത് ഞാനെടുത്തു, ഞാൻ ഇട്ടു. എന്താന്ന് തരില്ല ഞാൻ എടുക്കുകയാണ്. കണ്ട, എനിക്ക് കറക്റ്റ് പാക. ഞാൻ ഇട്ടു. തരുമോ? പിന്നെ ഏതാ തരാ അതിലത്തെ? ഏതാ തരാ? പിന്നെ അതിലത്തെ ഏതാ തരാ? ഇതും കൂടെ എനിക്ക് വേണം. ഇതാകുമ്പോൾ ഇപ്പുറത്ത് കറക്റ്റ് പാക. ഇത് ഇട്ടു. ഇനി ഏതാ തരാ? കണ്ണൻ്റെ ചിരി വരാ. ഇത് എനിക്ക് നല്ല ഭംഗിയില്ലേ? കറക്റ്റ് പാകമല്ല, അത് കൈയൊക്കെ കറക്റ്റ് കയറി. ഭംഗിയില്ലേ? നല്ല ഭംഗിയില്ലേ അമ്മയ്ക്ക്? ഭംഗിയില്ലേ? ഞാൻ എടുത്തു. തരില്ലേടാ എനിക്ക്? തരില്ല. അതിൻ്റെ ഇടയ്ക്കോടെ ഒന്ന് ചുണ്ട് നീട്ടിട്ടാ ഒരു വിഷമം വരുന്ന പോലെ കുശുമ്പൻ. തരില്ല കണ്ണാ, നിനക്ക് തരില്ല ഞാൻ. എന്റെയാ പടാർന്ന് ഒക്കെ എൻ്റെ. ഞാൻ ഇടാൻ പോവാ. മറന്നേ എന്നെ വണ്ടി നിന്നിട്ട് പോയി ഞാൻ ഒക്കെ എടുത്തോട്ടെ അല്ലേ കണ്ണാ? അമ്മയ്ക്ക് തരുമോ ഇത്? അപ്പം ഞാൻ കരുതി കണ്ണൻ്റെ ഡ്രസ്സൊക്കെ വെറുതെ ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഉണ്ട് കേട്ടോ കണ്ണൻ്റെ വിഷുവിന്. എത്ര ജോഡി ഉണ്ട് ഇപ്പോൾ? 1 2 3 4 5 6 7 8 9 10 ഒരു വിഷുവിനോ 10? എന്തിട്ടാടാ കണ്ണന് 10 ഉണ്ടാ? ഒരെണ്ണല്ലേ ചോദിച്ചോളൂ, തരുമോ? ഒരെണ്ണല്ലേ ചോദിച്ചോളൂ, തരുമോ? എനിക്കൊന്നും വിഷുവിന് ഒരെണ്ണം പോലും എടുത്തിട്ടില്ല. ഇന്നങ്ങം പോയി ഒരെണ്ണം എടുക്കണം പേരിന്. ഈ ചെക്കൻ്റെ ഒരെണ്ണം പോലും തരില്ല എന്നിട്ട് അല്ലേ? എന്നിട്ട് പറയണത്. അപ്പോൾ മഴ കാണാൻ പോവാ. എല്ലാവിടെയും നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കേട്ടോ. ട്രിവാൻഡ്രത്തൊക്കെ മിക്ക ദിവസവും മഴയാണെന്ന് അറിഞ്ഞു. അതുപോലെ ആലപ്പുഴ, എറണാകുളത്തൊക്കെ ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് തൃശ്ശൂർക്ക് ഒട്ടും മഴ കിട്ടിയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾ ഒന്ന് ടൗണിലൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടുത്തെ ഭയങ്കര ഇടിവെട്ടും. മഴ പെയ്തിട്ടില്ല എങ്കിൽ കൂടെ മഴ എവിടെയോ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അടുത്ത വട്ടത്ത്. അപ്പം അതിൻ്റെ ഒരു കൂളിങ്ങും ഒരു ഇപ്പം ഞാനിവിടെ ഫാൻ ഇടാണ്ടിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഫാൻ ഇടാണ്ടിരുന്നിട്ടും വലിയ പ്രശ്നമില്ലാണ്ട് എനിക്കിവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഇരിക്കുമ്പോൾ അയ്യോ വയർത്തൊഴുകുന്നേന്നൊക്കെ പറഞ്ഞ് ഞാൻ വേഗം ഓടിപ്പോവാറാണല്ലേ പതിവ്. പക്ഷെ ഇന്ന് ഫാൻ ഇടാണ്ട് പോലെ ഈ റൂമിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് എവിടെയോ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഭയങ്കര തണുവും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അല്ലേ? കാരണം നമുക്കൊന്ന് പുറത്തേക്ക് പോവാം നമുക്കൊന്ന് കാറ്റൊക്കെ കൊള്ളാനായിട്ട്. ശരിക്കും കണ്ണൻ്റെയൊക്കെ മൂക്കിൻ്റെ ഭാഗത്തും നെറ്റിമയൊക്കെ ചെറിയ രീതിയിൽ ചൂടുകുരൊക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുള്ളൂ. പിന്നെ ജാനിയൊക്കെ വന്നപ്പോൾ ജാനിയുടെയൊക്കെ മുഖത്ത് നിറച്ച് ചൂടുകുര. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണനും കല്യാണിക്കൊന്നും അങ്ങനെ ചൂടുകുരൊന്നുമില്ല. പക്ഷെ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂടുകുരൊക്കെ ഉണ്ട്.
അപ്പം മറ്റേ കാൻഡിഡിൻ്റെ പൗഡറൊക്കെ ഞാൻ പക്ഷേ പൗഡർ എനിക്ക് മുഖത്തിട്ട് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഒന്നാമത് അവനിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ശ്വാസം വലിക്കുമ്പോഴും, അതാവും മുഖത്ത് ഞാൻ ഇട്ട് കൊടുക്കാറില്ല. മേലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം മൂക്കത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചൂടുകുരുണ്ട്, ഒരു 5-6 കുഞ്ഞു കുരു അത്രേ ഉള്ളൂ കേട്ടോ, കുറേ കാര്യമായിട്ടൊന്നുമില്ല. അത്രയാണല്ലോ ചൂട്. ഇപ്പം പകലൊക്കെ ആണെങ്കിലും ഞാനിപ്പോൾ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കാനിരിക്കുകയാണെങ്കിലും കുറേ കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവന് മടിയിൽ കാലുമ്മ ഇങ്ങനെ കെടുത്തിയിട്ടോ മടിയിലിരുത്തിയിട്ടൊക്കെയാണ് ഞാൻ അതിൻ്റെ ബോൾസൊക്കെ ഒട്ടിക്കാനൊക്കെ ഇരിക്കുന്നത്. കാരണം എപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോഴത്തെ ഒരവസ്ഥ നോക്കിയാൽ ഞാൻ അതിലൂടെ ഇങ്ങനെ ചില സമയത്ത് ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോഴേ കല്യാണിയൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആ കിടന്നും കൊണ്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നതേ എല്ലാം കിടന്നും കൊണ്ട് തന്നെ കാണുമ്പോൾ അത് വല്ലാത്തൊരു ഇതല്ലേ. അപ്പൊ നമ്മൾക്കെന്നൊക്കെ പറഞ്ഞാൽ എണീറ്റിരുന്ന് നോക്കണമെങ്കിൽ അത് എണീറ്റിരുന്നിട്ട് ആ ഒരു വ്യൂ നമുക്ക് കിട്ടും. വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് കാണാൻ പറ്റും. ഇപ്പൊ കണ്ണനെ സംബന്ധിച്ച് അവന് എല്ലാ കാര്യങ്ങളും ആ കിടന്നിടത്ത് കിടന്നാണ് കാണുന്നത്. അപ്പൊ പോവാ നമുക്ക് പുറത്തേക്ക്. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ കിടക്കുമ്പോഴും പുറമൊക്കെ പിന്നെ ചെരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കാനുള്ളതും ആയിട്ടില്ലല്ലോ. ചൂടെന്ന് പറഞ്ഞൊരു ഭയങ്കര ചൂടാണ്. പിന്നിപ്പോൾ ഞങ്ങൾക്കിവിടെ നല്ലൊരു സുഖമുണ്ട്. ഇപ്പോൾ ഈ ചൂടുകാലം തുടങ്ങിയതിന് ശേഷം ഇന്നാണ് കേട്ടോ ഒരു ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഈവനിങ് ഇന്നത്തെ രാത്രി സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. അല്ലേ കണ്ണ? അല്ലേ? കല്യാണിക്കുട്ടി കുറുമ്പെടുക്കുന്നത് കാരണം ഞങ്ങൾ റൂമിലിരുന്നിട്ട് അവളിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും വർത്താനങ്ങൾ പറയാൻ പറ്റില്ല ചില സമയത്ത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കല്ലൂനെ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടിരുന്നത്. അപ്പോൾ കല്യാണി ചേട്ടന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ നിർത്താണ്. അല്ലേ കണ്ണാ? ടാറ്റ പറഞ്ഞേ. അപ്പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോകണം എന്നാണ് കാണിക്കുന്നത്. പോവാം ബൈയോ ടാറ്റാ ബൈ.